ആദ്യ അപ്ഡേറ്റ് നമ്മുടെ തുടക്കം എന്ന മലയാള സിനിമയിലെയാണ്. ലാലേട്ടൻ്റെ മകൾ അഭിനയിച്ചു വരാൻ പോകുന്ന ആദ്യ സിനിമയാണ് വിസ്മയ മോഹൻലാൽ അഭിനയിച്ചു വരുന്ന തുടക്കം എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പ്രധാന വേഷങ്ങളിലായിട്ട്. സംഗീതം അല്ലെങ്കിൽ മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ് ആണ്. ഡയറക്ഷൻ നമ്മുടെ ചൂട് ആൻ്റണി ജോസഫാണ്. നല്ല എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു ഡയറക്ടർ തന്നെയാണ്. പടം ഈ മാസമല്ല, ജൂലൈ അല്ല, ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെയായിട്ട് 7-ാം തീയതിയാണ് പടം തിയേറ്റർ റിലീസ് വരുന്നത്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് പുതിയ പോസ്റ്റർ ഉണ്ട്. ലാലേട്ടനും അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിൽ വരാൻ പോകുന്ന ഒരു അന്യഭാഷ സിനിമയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന് ടീസർ കണ്ട് അത്യാവശ്യം കിഡ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. പല ഭാഷകളിലുണ്ട്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡയൊക്കെ ആയിട്ട്. ഹൊമ്പാല ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. മ്യൂസിക് കാലഭൈരവയാണ്. ഡയറക്ഷൻ നമ്മുടെ ശശാങ്കാണ് ചെയ്യുന്നത്. പടം ഈ വർഷം സെപ്റ്റംബർ 11-നാണ് തിയേറ്റർ റിലീസ്. ചിത്രത്തിന്റെ ടീസർ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ആയിട്ടാണ് എടുക്കാൻ ശ്രമിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്ന ടീസർ കണ്ടിട്ട്. നമ്മുടെ ടോം ക്രൂസിന് വരാൻ പോകുന്ന സിനിമയാണ് ഡിഗർ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ ആദ്യ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പടം ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ വർഷം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഡയറക്ഷൻ നമ്മുടെ ദ ബേർഡ്മാൻ സിനിമേൻ്റെ സംവിധായകനാണ്. എന്തായാലും ചിത്രത്തിന്റെ കിടിലൻ ടീസർ തന്നെയാണ് നിലവിൽ പുറത്തിറങ്ങിയത്. അതിന്റെ കൂടെ തന്നെയായിട്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ടോം ക്രൂസിന്റെ ഡിഗർ എന്ന സിനിമേന്റെ റിലീസിനായിട്ട് ഒക്ടോബർ 2-ാം തീയതി. അടുത്ത സിനിമ നമ്മുടെ വിക്രം പ്രഭുവിന് വരാൻ പോകുന്ന 26-ാമത്തെ സിനിമേന്റെയാണ്. സിനിമേന്റെ കഥ കേൾക്കാൻ സാധിക്കുന്ന ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. വലിയ പുതുമയൊന്നും ഇല്ല, എന്നാൽ നല്ല വൃത്തിക്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് മേക്കിങ്ങിലൂടെയൊക്കെ ആയിട്ട്. എന്തായാലും മ്യൂസിക് നമ്മുടെ യുവശങ്കർ രാജാണ്. ഡയറക്ഷൻ നമ്മുടെ സിദ്ധാർത്ഥാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ വിക്രം പ്രഭുവിന്റെ ലാസ്റ്റ് മികച്ച സിനിമ പരിശോധിക്കുകയാണെങ്കിൽ സിറൈ എന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ വാരിയെടുത്ത സിനിമ തന്നെയാണ് സിറൈ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നല്ലൊരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് വിക്രം പ്രഭുവിന്റെ 26-ാമത്തെ സിനിമയ്ക്ക്. നമ്മുടെ കുഞ്ചാക്ക ബോബൻ, ലിജോ മോൾ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന മറ്റൊരു മലയാള സിനിമയാണ് ഉന്മാദം എന്ന് പറഞ്ഞ സിനിമ. ഷായ് കബീറാണ് പടത്തിന്റെ തിരക്കഥാകൃത്ത്. നമ്മുടെ നായാട്ട്, റോന്ത് എന്നീ സിനിമേന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. എന്തായാലും പടത്തിന്റെ ഡയറക്ഷൻ കിരൺ ദാസ് ആണ്. മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് ആണ്. പടത്തിന് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂലൈ 31-ാം തീയതിയാണ് പടം തിയേറ്റർ റിലീസ്. നിലവിൽ പടത്തിന്റെ ടീസർ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ പടത്തിന്റെ ട്രെയിലറും പുറത്തിറങ്ങുന്നതാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. നമ്മുടെ ജോർജ് ജോർജ്, അർജുൻ അശോകൻ എന്നിവർ അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന സിനിമയാണ് വരവ് എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ പടത്തിന്റെ പോസ്റ്റ്പോണ്ട് അങ്ങനെ മാറ്റിവെച്ച് അങ്ങനെ ജൂലൈ മാസം 16-ാം തീയതി പടം തിയേറ്റർ റിലീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. പടം ഈ വരുന്ന ജൂലൈ 16-ന് തിയേറ്റർ റിലീസ് ചെയ്യും. സാം SC ആണ് പടത്തിലെ മ്യൂസിക്. ഷാജി കൈലാസ് ആണ് സിനിമയിൽ സംവിധായകന്. പടം മെയ് മാസം പോസ്റ്റ്പോണ്ട് ചെയ്ത് ജൂൺ മാസം പോസ്റ്റ്പോണ്ട് ചെയ്ത് അങ്ങനെ ജൂലൈ വരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യം പടം 16-ാം തീയതി തിയേറ്റർ റിലീസ് വരുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ വിജയ് സേതുപതി, ശ്രുതി ഹസൻ സിനിമേൻ്റെയാണ്. ട്രെയിൻ എന്ന സിനിമ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ തന്നെ ഒരു ടീസർ വീഡിയോയുമാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. മിസ്കിനാണ് സിനിമയിലെ സംവിധായകന്. നമ്മുടെ സൈക്കോ, പിശാശി എന്നീ സിനിമകളുടെ സംവിധായകന്. പടത്തിൻ്റെ റിലീസ് നിലവിൽ കൺഫേം ആയിട്ടില്ല. എന്തായാലും ഒരു ട്രെയിനിലെ ഒരു കഥയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിൻ്റെ ടീസറിലൊക്കെ ട്രെയിൻ ഫൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് നമ്മുടെ വിജയ് സേതുപതിൻ്റെ ട്രെയിൻ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. നമ്മുടെ ഓം എന്ന സിനിമേൻ്റെ അവസാനത്തെ ഷെഡ്യൂൾ നിലവിലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ മലേഷ്യയിൽ വെച്ചിട്ട് മെഗാസ്റ്റാർ മമ്മൂക്കിയും ഈ ഒരു ഷെഡ്യൂളിൽ ഉണ്ടാവും 5 ദിവസത്തേക്ക്. ധനുഷ് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദി നടനൊക്കെ ഈ ഒരു ഷെഡ്യൂളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പടം ഈ വരുന്ന ജയിലർ എന്ന സിനിമയിൽ സെക്കൻഡ് പാർട്ടിൻ്റെ കൂടെ ക്ലാഷ് റിലീസാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇതുവരെയായിട്ട്. പക്ക ഇൻഫർമേഷൻ അല്ല, എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ രാജ്കുമാർ പരമസ്യാമയാണ് സംവിധായകൻ. മ്യൂസിക് നമ്മുടെ SI ബംഗറാണ്. ടുംബഡ് എന്ന സിനിമ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ആലിയ ഭട്ടും സിനിമയിൽ കാസ്റ്റിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്ററിൽ അത് കൺഫേം ആക്കിയിരിക്കുകയാണ്. അനിലാണ് സിനിമയുടെ സംവിധായകൻ. പടം 2027 ഡിസംബർ 3-നാണ് തിയേറ്റർ റിലീസ്. നമ്മുടെ ആസിഫ് അലി ജിസ് ജോയി സിനിമയുടെ അനൗൺസ്മെന്റ് അങ്ങനെ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. റൂമേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കൺഫേം ആയിരിക്കുകയാണ്. പടത്തിന് പേരിട്ടിരിക്കുന്നത് കോട്ടയം ബെൽറ്റ് എന്നാണ്. ഗോവിന്ദ് വസന്താണ് സിനിമയുടെ മ്യൂസിക്. ഷെയ്ം ടോച്ചാക്കോ, വിജയ് രാഘവൻ, ബോബി കുര്യൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ സിനിമയിൽ വരുന്നത്. എന്തായാലും ഒരു ടൈറ്റിൽ ലോഞ്ചും മോഷൻ പോസ്റ്ററുമാണ് നിലവിൽ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയത്. തലവൻ സിനിമേൻ്റെ നല്ലൊരു വിജയത്തിന് ശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് തലവൻ 2 എന്ന സിനിമയാകുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ആസിഫ് അലി ജിസ് ജോയ് സിനിമേൻ്റെ
കോട്ടയം ബെൽറ്റ് എന്ന സിനിമ അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോസ്റ്റർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രകാശ് വർമ്മ, സിദ്ദിഖ്, മെഗാസ്റ്റാർ മമ്മൂക്കേൻ്റെ കേമിയോ റോളൊക്കെയാണ് സിനിമേൻ്റെ പ്രത്യേകതകൾ. ഡയറക്ഷൻ രഞ്ജിത്താണ് ഡെബ്യൂട്ട് ഡയറക്ടർ. പടം ഈ വരുന്ന ജൂലൈ 24 തിയേറ്റർ റിലീസൊക്കെ. എന്തായാലും പുതിയ പോസ്റ്ററിൽ നമ്മുടെ പ്രകാശ് വർമ്മേനെ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ അങ്ങനെ ബിഗ് സ്ക്രീനിലോട്ട് വരുന്നത്, തുടരും സിനിമയ്ക്ക് ശേഷം. അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ കാവ്യ ഫിലിംസ് കമ്പനി ഒരു ഫസ്റ്റ് തമിഴ് സിനിമ നിർമ്മിക്കാൻ പോവുകയാണ്. ശരത് കുമാറാണ് സിനിമയിൽ നടൻ. മ്യൂസിക് നമ്മുടെ ജസ്റ്റിൻ വർഗീസ് ആണ്. ഡയറക്ഷൻ കമൽ പ്രകാശ് ആണ്. കിങ്സ്റ്റോൺ എന്ന് പറയുന്ന GV പ്രകാശൻ സിനിമയുടെ സംവിധായകനാണ്. ഷൂട്ട് ഉടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാവ്യ ഫിലിംസ് നിർമ്മിക്കുന്ന നമ്മുടെ ഫസ്റ്റ് തമിഴ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. നമ്മുടെ കാവ്യ ഫിലിംസ് ആണെങ്കിൽ നമ്മുടെ 2018 പ്രൊഡക്ഷൻ ഹൗസാണ്. ചാവേർ സിനിമ പ്രൊഡക്ഷൻ ഹൗസാണ്. അതുപോലെ റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ രേഖാചിത്രം സിനിമയും പ്രൊഡക്ഷൻ ഹൗസാണ്. എന്തായാലും കാത്തിരിക്കാം, നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷനുള്ള പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണിത്. അടുത്ത കുറച്ച് OTT അപ്ഡേറ്റ് തന്നെയാണ്. ആദ്യ OTT അപ്ഡേറ്റ് ഡബിൾ ഒക്യുപ്പൻസി എന്ന സിനിമേൻ്റെ തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഷിംടോ ചാക്കോൻ്റെ ഇതിഹാസം സിനിമയുടെ ലെവലിലെ സിനിമ തന്നെയാണ് തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഡബിൾ ഒക്യുപ്പൻസി. നിലവിൽ ആമസോൺ പ്രൈമിൽ പല ഭാഷകളിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ബാക്ക് റൂംസ് എന്ന ഇംഗ്ലീഷ് സിനിമയുടെ OTT റിലീസ് അങ്ങനെ കൺഫേം ആയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ജൂലൈ മാസം 17 പടം OTT റിലീസ് ഇംഗ്ലീഷ് പകർപ്പിലായിട്ട്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് ആമസോൺ പ്രൈമിൽ ബാക്ക് റൂംസ് എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് മാൾട്ടി ബഗ്രാം എന്ന തെലുങ്ക് സിനിമേൻ്റെയാണ്. നമ്മുടെ സമന്ത് അഭിനയിച്ച സിനിമ ഈ വരുന്ന ജൂലൈ 17 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിൽ പടം OTT റിലീസ് പ്രീമിയറിന് പോവുകയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. മറ്റൊരു OTT അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിസി എന്ന സിനിമയിൽ മേക്കിംഗ് BTS അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോയാണ് ഇംഗ്ലീഷ് പകർപ്പിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നമ്മുടെ യോഗി ബാബു അഭിനയിച്ച് ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് സന്താനം PO എന്ന് പറഞ്ഞ സിനിമ. തമിഴ് പകർപ്പിലായിട്ട് നമ്മുടെ സിംപ്ലി സൗത്തിൽ ജൂലൈ 17 സിനിമ OTT റിലീസിന് വരികയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് സിദ്ധാർത്ഥക് അഭിനയിച്ച് വരാൻ പോകുന്ന സിനിമയാണ് ഓപ്പറേഷൻ സഫത് സഗർ എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു അൺടോൾഡ് സ്റ്റോറി ഓഫ് കാർഗിൽ വാർ എന്നാണ് അവകാശപ്പെടുന്നത്. ഒരു സീരീസ് ആണ്, സിനിമയല്ല. ഓഗസ്റ്റ് 7 സ്ട്രീമിംഗ്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.